മുഖം മൂടിയും വിലങ്ങുവിട്ട് KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയതിൽ അന്വേഷണത്തിന് ഉത്തരവ്. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് DGPയുടെ ഉത്തരവ്. അങ്ങനെ തന്നെ വേണം. KSUയിലെ പിള്ളേരെ ആ കുഞ്ഞുങ്ങളെ ഈ മുഖംമൂടിയിട്ട് കയ്യിൽ വിലങ്ങു അണിയിച്ചുകൊണ്ട് വലിയ തീവ്രവാദികളെ പോലെ ഈ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുക. ഇയാൾക്കൊരു ബോധമില്ലേ എന്നുള്ളതാണ് ചോദ്യം. പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പരാതിയിലാണ് ഈ നടപടി. അന്വേഷണത്തിന്റെ വിവരങ്ങൾ പരാതിക്കാരനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ്. ഹരി, DYSPയിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആ പരാതി ഗൗരവത്തിലെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഇന്നതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുകയാണെങ്കിൽ നാളെ മുതൽ ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇത് ചെയ്യും. ഇന്ന് KSUവിനാണെങ്കിൽ നാളെ SFIക്ക് ABVPക്ക് ഈ ദുരവസ്ഥ ഉണ്ടാവുകയും ചെയ്യാം. അല്ലേ ഹരി? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ABVPയും SFIയും ഒക്കെ എല്ലാവരും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. നാളെ ഏതെങ്കിലുമൊക്കെ കേസുകളിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് ഇന്നലെ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ തന്നെ വ്യക്തമാണ്. അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത് എന്നുള്ളത്. മുഖംമൂടി ധരിച്ചതിനെ സർക്കാർ ഇന്നലെ ന്യായീകരിച്ചിരുന്നു. പക്ഷേ കൈവിലങ്ങ് അണിയിച്ചതിനെ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. മുൻപ് കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം കേൾക്കേണ്ടി വന്ന കേസാണ് ഇതെന്നുള്ളതാണ്. കാരണം വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കുന്ന സമയത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. വടക്കാഞ്ചേരി പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഈ നടപടിയും ഉണ്ടായത്. കറുത്ത തുണി കൊണ്ട് മുഖം മൂടുക, വിലങ്ങണിയിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് അന്ന് അവിടെ നടന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച കോടതി ഈ സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിട്ടുള്ള UK ഷാജഹാന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിവേഗത്തിൽ തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തെ ഈ UK ഷാജഹാൻ എന്ന് പറയുന്ന സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു ആദ്യ നടപടിയായി ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഒരു സബ്മിഷനായി വിഷയം അവതരിപ്പിക്കുകയും അതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ദേവസ്വം മന്ത്രി VN വാസവൻ മറുപടി നൽകുകയും ചെയ്തത്. അതിൽ കയ്യാമം വെച്ചതിനെ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. DYSP റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കൃത്യമായ സമയത്ത് ഇതിന്റെ അന്വേഷണ വിവരങ്ങൾ പരാതിക്കാരനായിട്ടുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാവ് അനീഷിനെ അറിയിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ അന്വേഷണത്തിന് ശേഷം അനന്തര നടപടികൾ, അതിപ്പോൾ കേസെടുക്കേണ്ട വിഷയമാണെങ്കിൽ കേസെടുത്ത് തന്നെ മുന്നോട്ട് പോവുക, വകുപ്പ് തല നടപടിയാണെങ്കിൽ അത് അങ്ങനെ എന്നുള്ള സൂചനയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിയായിരിക്കും ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിക്കുക. ആ അന്വേഷണം തുടർന്നു പോവുക. അരുൺകുമാർ. താങ്ക് യു. ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ KSU പ്രവർത്തകരെ കയ്യാമം വെച്ച് മുഖത്ത് കറുത്ത തുണിയും ഇട്ടുകൊണ്ടുവന്ന പോലീസ് നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണുള്ളത്. നമ്മളൊക്കെ ആ പ്രതിഷേധം അറിയിച്ചിരുന്നു. ആ വിഷയത്തിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും സാക്ഷിമൊഴി കൊണ്ടുവരാൻ വരുമ്പോൾ തിരിച്ചറിയാൻ പറ്റി ഇതെന്താണ് സാർ, കൂട്ടക്കൊലപാതകം നടന്നു അതോ ബോംബ് വെച്ച് ഈ നാടിനെ ആക്രമിക്കാൻ വന്നു? KSU പിള്ളേർ പ്രതിഷേധിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് സംഘർഷമുണ്ടാവും. അതിന് അതിൻ്റെതായ നിയമ നടപടിക്ക് പോവുക എന്നതിനും അപ്പുറത്തേക്ക് ആ കുട്ടികളെ അങ്ങനെ ചെയ്ത് ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ്. അതിപ്പോൾ സർക്കാരിന് തന്നെ ബോധ്യമായി. കയ്യാമം വെച്ചുകൊണ്ടാണോ KSU പിള്ളേരെ കൊണ്ടുവരുന്നത്? നിങ്ങൾ ഏതെങ്കിലും SFI പിള്ളേരെ ഏതെങ്കിലും സംഘർഷത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കയ്യാമം വെച്ച് മുഖത്ത് തുണിയും ഇട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ? അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ്. എന്തായാലും മാതൃകാപരമായ നടപടി ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.